നമസ്തേ, ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 15 അതായത് കൊല്ലവർഷം 1200 മീനമാസം 1 ഉത്രം അവസാന പാദവും അത്തം നക്ഷത്രവും വരുന്ന ദിവസം കൃഷ്ണപക്ഷ പ്രഥമം തിഥി കൃഷ്ണപക്ഷ പ്രഥമ. ചന്ദ്രോദയം 7:29 PM-നും സൂര്യോദയം 6:35 AM-നും സൂര്യാസ്തമനം 6:32 PM-നുമാണ്. രാഹുകാലം 9:34 മുതൽ 11:04 AM വരെ. ഗുളികകാലമാകട്ടെ 6:35 AM മുതൽ 8:05 AM വരെ. യമകണ്ഠകാലം 2:03 PM മുതൽ 3:33 PM വരെ. അഭിജിത്ത് മുഹൂർത്തം 12:09 PM മുതൽ 12:31 PM വരെയും 12:35 PM മുതൽ 12:57 PM വരെയുമാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ശുഭകാര്യങ്ങൾ അത്ര ചെയ്യുന്നത് ഉത്തമമായിരിക്കില്ല. എങ്കിലും അഭിജിത്ത് മുഹൂർത്തത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി മീനമാസം 1 ആയതുകൊണ്ടും ശനിയാഴ്ചയും കന്നിരാശിയും ആയതുകൊണ്ട്, അതായത് ചന്ദ്രൻ നിൽക്കുന്നത് കന്നിരാശിയിലും ആയതുകൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് നീരാഞ്ജനം കത്തിക്കുന്നതും കഴിയുന്നതും ശാസ്താസ്തുതി ചൊല്ലുന്നതും വളരെ നന്നായിരിക്കും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അതായത് മീനമാസം 1 15/3/2025 ഗ്രഹങ്ങളുടെ പ്രയാണം ഒന്ന് നമുക്ക് നോക്കാം. സൂര്യൻ മീനൻ രാശിയിലും ചന്ദ്രൻ കന്നിരാശിയിലും ചൊവ്വ കർക്കിടകം രാശി ചൊവ്വ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലും ഗുളികോദയം മീനൻ രാശിയിലും ഉദയവും മീനൻ രാശിയിലുമാവുന്നു. ആയതിനാൽ 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ച് പണച്ചെലവുകൾ അല്പം വർദ്ധിക്കുന്ന ദിവസമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും. പണമിടപാട് രംഗത്ത് അല്പം നേട്ടം ഉണ്ടാകും. കുടുംബ സ്വത്ത് കാര്യത്തിൽ തർക്കം മാറിക്കിട്ടും. ആത്മസുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ കിട്ടും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ആലോചന അല്ലെങ്കിൽ തീരുമാനം എടുക്കും. പൊതുവെ പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം കൂടുതൽ ഗുണകരമായി തീരുന്നതാണ്. ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, ശാസ്താസ്തുതി ജപിക്കുന്നത്, അതുപോലെ തന്നെ ശിവസഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകും. ഇടവം രാശി. ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ കാര്യങ്ങളിൽ അവരുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട വിവാഹാലോചനകളെ, അതുപോലെ തന്നെ ജോലി കാര്യങ്ങളെ, വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു തീരുമാനമെടുക്കുന്ന ദിവസമാണ്. കടബാധ്യതകൾ അല്പസ്വല്പം കുറഞ്ഞു വരുന്ന ദിവസവുമാണ്. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു യോഗം കാണുന്നു. വിദേശയാത്രാ പരിശ്രമങ്ങൾ അല്പം ധനനഷ്ടത്തിന്
കാരണമാകുന്നു. തൊഴിൽ രംഗത്ത് അപവാദങ്ങൾക്കിടയാകും. അതുകൊണ്ട് ആരുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പണച്ചിലവുകൾ വർദ്ധിക്കും. തൊഴിൽ തടസ്സം കുറേശ്ശെ മാറിക്കിട്ടും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ ലഭിക്കും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് തെളിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും. മിഥുനം രാശി. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ദിവസമാണ്. സാമ്പത്തിക സ്ഥിതിയും അല്പം അനുകൂല ഭാവത്തിലായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അല്പം കുറയും. പണമിടപാട് രംഗത്ത് ലാഭം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. വിനോദയാത്രയ്ക്കും വിദേശയാത്രയ്ക്കുമൊക്കെയുള്ള അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കാം. വാഹന സംബന്ധമായി റിപ്പയറിംഗ് വർക്കുകൾ വരാം. സന്താനങ്ങൾ മൂലം അല്പം മനപ്രയാസം അനുഭവിക്കേണ്ടതായി വരും. ശത്രുശല്യവും ഉണ്ടാവും. ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് രാശിനാഥനായ ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല സമർപ്പിക്കുകയും കഴിയുമെങ്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിക്കുകയും നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് വിളക്ക് തെളിച്ച് പ്രാർത്ഥന ചെയ്യുകയും ചെയ്യുമ്പോൾ കറുത്ത വസ്ത്രമോ കരിനീല വസ്ത്രമോ ധരിക്കുകയോ ചെയ്യുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. കർക്കിടകക്കൂറ്. ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുറേശ്ശെ മാറി ഒരു സമാധാനത്തിൻ്റെ വഴിയിലേക്ക് ഒരു പ്രകാശം വരുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയും കുറച്ച് മെച്ചപ്പെടും. ധന ആഗമനത്തിനുള്ള മാർഗങ്ങൾ തെളിയും. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ തീരുമാനമുണ്ടാവും. വാഹന സംബന്ധമായ ചെറിയ തടസ്സങ്ങൾ വരാം. സന്താനങ്ങൾ മൂലം എന്തെങ്കിലും ഗുണഫലങ്ങൾ കേൾക്കുവാനിടയാവും. സ്വർണ്ണാഭരണങ്ങളോ വെള്ളിയാഭരണങ്ങളോ വാങ്ങുന്നതിനുള്ള ഒരു യോഗവും വന്നു കാണുന്നു. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരെടുക്കുന്നതിനുള്ള ഒരു തീരുമാനവും ഉണ്ടാവും. പൊതുവെ പറഞ്ഞാൽ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അഷ്ടമശനി കാലമായതുകൊണ്ട് ശനീശ്വരന് നീരാഞ്ജനം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷരക്ഷ മഹാഭാഗോ ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന ശാസ്താസ്തോത്രം ഒരു 5 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് നന്നായിരിക്കും. ചിങ്ങക്കൂറ്. ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെട്ടിരിക്കും. പണച്ചെലവുകൾ വർദ്ധിക്കും. വിമാന സഞ്ചാരത്തിനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചമായി തുടങ്ങും. സുഹൃത്തുക്കളുമായി കലഹിക്കാനിടവരും. പുറമേ നിന്നുള്ള സഹായങ്ങൾ പലതും തടസ്സപ്പെടും. സന്തോഷാനുഭവങ്ങൾക്ക് ഇടയ്ക്കിടെ തടസ്സം ഉണ്ടാകും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സന്താന ഗുണമുണ്ടാകും. സന്താനങ്ങളുടെ വിവാഹം നടന്നു കിട്ടും. കടബാധ്യതകൾ അല്പം വർദ്ധിക്കും. രോഗശമനവും ശത്രുനാശവും ഉണ്ടാകുന്നതാണ്. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുകയും വരാഹി ദേവിയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കന്നിരാശി. കൂട്ടു ബിസിനസ് അല്പം വിജയം കണ്ടെത്തുന്ന സമയമാണ്. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനും സ്ഥലം മാറ്റവും ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനിടയാകും. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടും. എന്നാൽ ഇടയ്ക്കിടെ ശാരീരിക അലട്ടലുകൾ ഉണ്ടാവാനും ഇടയുണ്ട്. കുടുംബത്തിൽ ചില്ലറ അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും വിനോദയാത്രയ്ക്ക് കിട്ടുന്ന അവസരം
പൂർണ്ണമായും വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ആലോചനയും ഉണ്ടാകും. പൊതുവെ പറഞ്ഞാൽ അല്പം സന്തോഷം തരുന്ന ദിവസമാണ് 15/3/2025. രാശിനാഥയായ മൂകാംബികാദേവിയെയും ധർമ്മശാസ്താവിനെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ച് ദിവസഫലം കൂടുതൽ അനുയോജ്യമാക്കി തീർക്കുക. തുലാക്കൂറ്. സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും. നിക്ഷേപ തുല്യമായ ധനാനുഭവം ഉണ്ടാകും. കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും വർദ്ധിക്കും. പണമിടപാട് രംഗത്ത് അല്പം ധനലാഭം അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. അതിനനുസരിച്ചിട്ട് പുരോഗതിയും വന്നു ചേരുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നു. എന്നാൽ വാഹന സംബന്ധമായ ചിലവുകളും ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരാം. തീർത്ഥയാത്രയ്ക്ക് അവസരം വന്നു ചേരും. സന്താനങ്ങൾക്ക് പരീക്ഷയിലൊക്കെ വിജയം വരുന്ന ദിവസമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ പുനരെടുക്കുന്നതിനുള്ള തീരുമാനവും ഉണ്ടാകും. രാശിനാഥയായ മഹാലക്ഷ്മിയെയും വരാഹിദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ഗുണഫലമുള്ളതായി തീരും. വൃശ്ചികക്കൂറ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനും സ്ഥലം മാറ്റവും വരുവാനുള്ള സാധ്യതയുമുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനചലനവും അപകീർത്തിയും വന്നു ചേരാവുന്നതാണ്. ഗണപതി ഭഗവാനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് യഥാശക്തി വഴിപാട് കഴിക്കുന്നതും നന്നായിരിക്കും. ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടും. പണച്ചിലവുകൾ വർദ്ധിക്കും. പണമിടപാട് രംഗത്തെ ഷെയർ മാർക്കറ്റിലേക്ക് നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകാരിൽ നിന്നും അതുപോലെ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നും ചിലപ്പോൾ ചതിവ് പറ്റിയേക്കാം. സ്നേഹിതന്മാരുടെ വേർപാട് മൂലം അല്പം ദുഃഖവും വന്നു ചേരാം. വാക്കു പാലിക്കാൻ പറ്റാതെ വിഷമിക്കേണ്ടതായ സാഹചര്യവും വന്നു ചേരാം. എന്നിരുന്നാൽ പോലും വിവാഹ ജീവിതത്തിലും അതുപോലെ പ്രണയ സാഫല്യത്തിനുമൊക്കെ പറ്റുന്ന ദിവസമാണ്. ശനീശ്വരനെ പ്രാർത്ഥിക്കുക. വിഷ്ണുമായ സ്വാമി, ധർമ്മശാസ്താവ് ഒക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥനകൾ നടത്തുന്നത്, കറുത്ത വസ്ത്രം ധരിക്കുന്നതൊക്കെ നല്ല ഫലങ്ങൾ നൽകുന്നതാണ്. ധനുരാശി. കടബാധ്യതകൾ കൂടുകയാണ് ചെയ്യുക. വിവാഹാലോചനകൾക്ക് കാലതാമസം വരും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്താൽ രക്ഷ പ്രാപിക്കും. വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് തടസ്സം നേരിടും. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ വർദ്ധിക്കും. സ്വദേശത്തുള്ളവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു. ധനാഗമ മാർഗങ്ങളും വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയ രംഗത്തും പൊതുജന പിന്തുണ വർദ്ധിക്കും. പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിനൂടെ പ്രാർത്ഥിക്കുമ്പോൾ, ശനീശ്വരന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നീരാഞ്ജനം തെളിക്കുമ്പോൾ ശാസ്താവിന് എല്ലാ ഗുണഫലങ്ങളും വർദ്ധിക്കുന്നതാണ്. മകരം രാശി. സാമ്പത്തിക സ്ഥിതി അല്പം നന്നാകുന്നതാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ ലോട്ടറി ഭാഗ്യമൊക്കെ കിട്ടുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു. ബന്ധുജനങ്ങളിൽ നിന്നും എന്തെങ്കിലും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളും അനുകൂലമായ സാഹചര്യത്തിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ കാര്യതടസ്സം അല്പം മാറിക്കിട്ടും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവവും കുറഞ്ഞു കിട്ടും. സഞ്ചാരക്ലേശം കുറയും. യാത്രാവേളകൾ സാമ്പത്തിക നേട്ടത്തിനിടയാക്കും. പുതിയ തൊഴിലുകൾ സ്വന്തം നിലയിൽ തുടങ്ങുവാൻ സാധിക്കുന്നതാണ്.
കഴിയുന്നതും ശനിയാഴ്ചയായതുകൊണ്ട് രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നതൊക്കെ, വിഷ്ണുമായ സ്വാമി ആഞ്ജനേയ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കുംഭം രാശി. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി അല്പം വഷളാകുന്നതാണ്. സ്വസ്ഥതകൾ കുറയും. മനസ്വസ്ഥതയും ശാരീരിക അസ്വാസ്ഥ്യവുമൊക്കെ, മനസ്വസ്ഥത കുറയും, ശാരീരിക അസ്വാസ്ഥ്യം വർദ്ധിക്കും. ബന്ധുജനങ്ങളുമായി നല്ല രീതിയിൽ സംസാരിച്ചിരുന്നവർ പെട്ടെന്ന് ശത്രുപക്ഷത്തേക്ക് തിരിയുന്നതായി കാണാം. സന്താനങ്ങളുടെ വിവാഹാലോചനകൾ അല്പം മാറിപ്പോകുന്നതാണ്. ഉറച്ചു എന്ന് പറയുന്ന വിവാഹത്തിന് എന്തെങ്കിലും പെട്ടെന്നൊരു തടസ്സം വരുന്നതായി കാണാം. തീർത്ഥാടനത്തിനുള്ള അവസരം സംജാതമാകും. കാര്യതടസ്സം അനുഭവപ്പെടുമെങ്കിലും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുകയും വിഷ്ണുമായ സ്വാമി, കുട്ടിച്ചാത്തൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതോടുകൂടി കാര്യങ്ങൾക്ക് ചെറിയ തോതിലുള്ള തെളിച്ചം വരും. കൂടുതൽ നല്ല ഫലങ്ങൾ വരുവാൻ ശനിയാഴ്ച വ്രതമെടുക്കുന്നതും കരിനീലയോ കറുപ്പോ വസ്ത്രം ധരിക്കുന്നതും ശാസ്താസ്തുതി ചൊല്ലുന്നതും നന്നായിരിക്കും. മീനം രാശി. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഉദരവ്യാധികളാൽ വിഷമിക്കുന്നവർക്ക് അല്പം ആശ്വാസം ലഭിക്കും. വിവാഹാലോചനകൾ വരും. അത് ഉറയ്ക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുവാനുള്ള ഒരു പിന്തുണ ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. തീർത്ഥാടനത്തിനും ആത്മീയ യാത്രകൾക്കുമുള്ള അവസരം വന്നു ചേരും. മനസ്വസ്ഥത അല്പം കുറയും. എന്നിരുന്നാൽ പോലും ഗണപതി ഭഗവാനെയും നാഗദേവതകളെയും രാശിനാഥനായ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുമ്പോൾ ശനീശ്വരന്, ഏഴര ശനിക്കാലമായതുകൊണ്ട് ധർമ്മശാസ്താവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ 15/3/2025 ഏറ്റവും നല്ല ഒരു ദിവസമായി തീരുന്നതാണ്. കറുപ്പോ നീലയോ വസ്ത്രം കൂടി ധരിച്ചാൽ എല്ലാം മംഗളമായി ഭവിക്കും. 27 നക്ഷത്രക്കാർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതിനായി ഗണപതി ഭഗവാനെ മനസ്സു നിറന്ന് പ്രാർത്ഥിക്കുക, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശനീശ്വരന് നെയ്ദീപം തെളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മീനമാസം 1-ാം തീയതി എല്ലാവർക്കും എല്ലാ ഗുണഫലങ്ങളും അനുഭവയോഗ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.